ഇതാ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, അത് നല്ല കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അതിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇടണം. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളൊരു 2 പച്ചമുളക് പതുക്കെ ഒന്ന് കീറിയിട്ട് ആ 2 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ചൂടായി ഒന്നായി വരുമ്പോഴേക്കും നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് വച്ചിട്ടുണ്ടായിരുന്ന ഒരു 2 പീസ് അത് വെള്ളത്തെപ്പാട് അതിലേക്ക് ഒഴിക്കുക. അതൊന്ന് പതുക്കെ തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പിടുക. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഇന്നലെ വാങ്ങി വെച്ചതാണ് ഒരു നെയ്മീൻ വാങ്ങി ഉപ്പും മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊരു 3 പീസ് എടുത്ത് ഇപ്പോൾ തിളച്ച് വരണ ഈ മീൻ കറിയുടെ ചട്ടിയിലേക്ക് വച്ച് കൊടുക്കുക. അത് വച്ച് കൊടുത്ത ശേഷം നല്ലതായിട്ടൊന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ്, ഒരു 5-8 മിനിറ്റ്, ഒരു 8 മിനിറ്റ് വേവിക്കാം. അത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. അങ്ങനെ ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് അത് നല്ലോണം വെന്ത് വന്നതല്ലേ, അപ്പോൾ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ അതിൻ്റെ നടുവിൽ ഒന്ന് പതുക്കെ ഇട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഓൾറെഡി വെന്തതാണ് മീൻ. ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ അത് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. വളരെ ടേസ്റ്റാണ്. നമ്മളിതിൽ വെളുത്തുള്ളിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും മാത്രം മതി. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊക്കെ തരണം കേട്ടോ.